المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم أوصل ثواب قراءتنا وبركة دعائنا وصلواتنا إلى حضرة نبينا وشفيعنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. وصلاة الله وسلامه على من أرسل رحمة للعالمين وعلى آله وصحبه المضحين نفسهم ونفيسهم لإعلاء كلمة الله. അമ്മാബാദ്. സർവോദരണീയനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്ത് ഉപാധ്യക്ഷൻ കൂടിയായ ഗുരുവര്യർ MT ഉസ്താദ് അവർകളെ, ബഹുമാന്യരായ ഉദ്ഘാടകൻ, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഹകാര്യദർശി കൂടിയായ ഷെയ്ഖുന ആലുകുട്ടി ഉസ്താദ് അവർകൾ, ബഹുമാന്യരായ വിഷയാവതാരകൻ ഉസ്താദ് സലീം ഫൈസി ഇർഫാനി ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ സംസ്ഥാപനത്തിന് വേണ്ടി, പ്രസരണത്തിന് വേണ്ടി ഇത്തരമൊരു സദസ്സ് സംഘടിപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് ഖാലിസും മുഖ്ലിസുമായ കാമിലായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ജാമിഅ നൂരിയ എന്ന ഈ മഹൽ സ്ഥാപനം, ഈ സ്ഥാപനത്തിന് വർണ്ണാഭമായ ഒട്ടേറെ ഗതകാല സ്മരണകൾ ഈ സമൂഹത്തിന് മുമ്പിൽ അയവിറക്കാനുണ്ട്. ഈ സമൂഹത്തിൻ്റെ ചിന്തയും ബുദ്ധിയും കൊള്ളയടിച്ചുകൊണ്ട് വികലമായ ചില ചിന്താധാരകളിലേക്ക് വഴിതെളിച്ച് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ശ്രമങ്ങളുമായി കൊണ്ട് ചില ആളുകൾ കടന്നു വന്ന സന്ദർഭത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള, അവിടുത്തെ സ്വഹാബത്തെ കിറാം അനുവർത്തിച്ച് അടുത്ത തലമുറക്ക് പകർന്നു നൽകിയിട്ടുള്ള വശ്യസുന്ദരമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയവും ആദർശവും കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിക്കുകയും യഥാർത്ഥമായ ഇസ്ലാമിക പക്ഷത്ത് ഈ സമൂഹത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നതിൽ വളരെ വലിയ എന്നല്ല നിർണായകമായ പങ്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമാനകരമായ ഒട്ടേറെ പ്രകടിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിർണായകമായ ഒരു പ്രവർത്തനമാണ് ജാമിഅ നൂരിയ അറബിയ. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഒരു സംഘടിതമായ ഒരു ബാനറിന് കീഴിൽ ഒരുമിച്ച് കൂടുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സമൂഹ സമക്ഷം സമർപ്പിക്കുന്നതിന് വേണ്ടി യോഗ്യരും ദിഷണാശാലികളുമായ പ്രത്യുൽപ്പന്നമതികളുമായ ഒരുപാട് യുവ പണ്ഡിത സമൂഹത്തെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന ഘട്ടത്തിൽ
അത്തരം ഒരു പണ്ഡിത നിർമ്മിതി ആവശ്യമായിരുന്ന സന്ദർഭത്തിലാണ് ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നത്. ഇതായിരുന്നു ഈ സ്ഥാപക നേതാക്കളുടെ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഈ സ്ഥാപനം ഒരുപാട് നടന്നെടുത്തിരിക്കുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് സ്ഥാപനം ഇപ്പോഴും ഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഗമനപാതയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ നൂറുൽ ഉലമ സ്റ്റുഡൻസ് അസോസിയേഷന് ഒരുപാട് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇക്കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പ്രസരണത്തിന് വേണ്ടി, ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പേജിലും സ്റ്റേജിലും ഒക്കെ ആയിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ വിളങ്ങി നിൽക്കുന്ന ഒരുപാട് പൈസി പ്രതിഭകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അയ്നൂനിയ ഇബാദുല്ലാഹ് എന്നൊരു ഹദീസിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട്, അതിന്റെ തന്നിഷ്ടപ്രകാരം വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിത വേഷധാരികളായ ആളുകൾ സ്റ്റേജും പേജും ഒക്കെ കൈയടക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വന്ന സന്ദർഭത്തിൽ ഈ സമൂഹത്തിന് മുമ്പിലേക്ക് ഇത്തരം ചില വികലമായ ചിന്താധാരകൾ കയറ്റിവിടാൻ അവർ പരിശ്രമിച്ച സന്ദർഭത്തിൽ ഇതിന് സുന്നി പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരായ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ച പ്രകാരം ഈ ഹദീസിനെ സമൂഹത്തിന് വിശദീകരിക്കുകയും ഈ സമൂഹത്തെ ഈ ഹദീസ് കൊണ്ട് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമായിക്കൊണ്ട്, ആദർശമായിക്കൊണ്ട് ഈ ഹദീസിലൂടെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ അവരുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളും ആശയങ്ങളും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഏതൊരു സുന്നി പ്രവർത്തകന്റെയും സുന്നി പണ്ഡിതന്റെയും ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവ് നാം നേടിയത് കൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് ഗോൾഡൻ ജൂബിലിയുടെ ഒരുപാട് തിരക്കുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ഈ ഒരു പ്രവർത്തനം ഇവിടെ നടത്തുവാൻ നമ്മൾ തയ്യാറായിട്ടുള്ളത്. ഇത് കാലത്തിന്റെ അനിവാര്യമായ അഭ്യർത്ഥനയാണ്. ഈ അഭ്യർത്ഥനയെ നമ്മൾ മാനിക്കുന്നു എന്നല്ല, ഈ അഭ്യർത്ഥനയ്ക്ക് നമ്മൾ ഉത്തരം നൽകുകയാണ്. ഈ പഠനം സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്നതിലൂടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഇക്കാലഘട്ടത്തിൽ സമൂഹത്തിൽ പ്രസരിപ്പിക്കുവാൻ സാധിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ സദസ്സിന് സ്വാഗതമരുളുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ഈ സദസ്സിന് അധ്യക്ഷ ഭാഷണം നിർവഹിക്കുകയും ഈ സദസ്സിന് അധ്യക്ഷമരുളുകയും ചെയ്യുന്നത് ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ കൂടിയായ ഷെയ്ഖുന MT ഉസ്താദ് അവർകളാണ്. ബഹുമാനപ്പെട്ടവരെ ഈ സദസ്സിന് വേണ്ടി സകലവിധ ആദരവുകളോടും കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവർകളാണ്. ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഹകാര്യദർശി കൂടിയായ ബഹുമാനപ്പെട്ടവരെ സർവ്വവിധ ആദരവുകളോടും കൂടി ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിഷയാവതരണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനി ഉസ്താദിനെയും അർഹിക്കുന്ന ആദരവുകളോടുകൂടി ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഭിവന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഇജ്തിമാഇൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഈ സമയത്ത് പ്രവേശിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ഉപദേശിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ അഭിവന്യരായ പ്രിൻസിപ്പാളും ഈ സ്ഥാപനത്തിലെ അഭിവന്യരായ ഉസ്താദുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിവരിക്കും. അതിനുവേണ്ടി ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ, പണ്ഡിത ശ്രേഷ്ഠൻ, നമ്മുടെ പ്രതിഭ ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ, നമ്മുടെ ജാമിയിലെ മറ്റു ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട കൂമണ്ണ ഷിഹാബ് ഫൈലി അവറുകൾ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈലി, നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള ഉസ്താദുമാർ, താലിം സുഹൃത്തുക്കൾ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു വലിയ സ്ഥാപനമായി നമ്മുടെ ജാമിഅ നൂരിയ വളർന്നു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഒരു 50 വർഷത്തിനിപ്പുറം ദീനീ പ്രവർത്തന രംഗത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ വഴിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ജാമിഅ നൂരിയയാണ്.
സംഘടനകളായാലും സ്ഥാപനങ്ങളായാലും രാജ്യത്ത് നടക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഏതായാലും അതിലൊക്കെ തന്നെ വലിയ പങ്ക് നമ്മുടെ സ്ഥാപനത്തിനും സ്ഥാപനത്തിൻ്റെ സന്തതികൾക്കും വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബിമാരും ഏത് നിലക്ക് നിലനിന്നു പോന്നോ അതുപോലെ നിങ്ങൾ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിനു മുമ്പും പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഉറച്ച നിലപാടിൽ തന്നെ തുടരുകയാണ്. മറ്റുള്ള പലരും ഇന്നൊരഭിപ്രായം, നാളെ വേറൊരഭിപ്രായം, രാവിലെ ഒരഭിപ്രായം, വൈകിട്ട് വേറൊരഭിപ്രായം, സംഘടനയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, പരസ്പരം എതിർക്കാനും മറ്റൊക്കെ നിൽക്കുകയാണ്. ആ വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കുന്നില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ എവിടെ അതിനെ എതിർക്കപ്പെടുന്നുവോ, എവിടെ അതിനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുവോ ആ സന്ദർഭത്തിൽ നമ്മുടെ ബാധ്യത വളരെ വലുതായിട്ടുള്ളതാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ ഇന്ന് വലിയ ഒരളവോളം ജാമ്യയുടെ സന്തതികളാണ്. സമസ്തയുടെ മെയിൻ ഘടകങ്ങളിലായാലും അതുപോലെ സംഘടനകളിലായാലും ഒക്കെ അതാണ്, സ്ഥാപനങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആ നിലക്ക് ആഗ്രഹിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ നമ്മിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ചില കാലത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ അതുണ്ട് എന്ന് പറഞ്ഞു, പിന്നെ അവരോട് സഹായം പാടില്ല എന്ന് പറഞ്ഞു, ഇടയ്ക്ക് പലപ്പോഴും പറഞ്ഞു. ഇപ്പോൾ അവസാനം സഹായം പറയാനുള്ളടത്ത് സഹായം ചോദിക്കുന്നവരെ സംബന്ധിച്ച് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനെ സംബന്ധിച്ച് ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, സംഘടനയിൽ നിന്ന് അകറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മളെ വിഷയമല്ല. പക്ഷെ നമ്മളെ വിഷയം, നമ്മുടെ മുമ്പിലുള്ള വിഷയം ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത് എങ്ങനെയാവണമെന്ന് റസൂലുള്ള പറഞ്ഞോ അതേ നിലക്ക് തന്നെ അതിനെ നടത്തിക്കൊണ്ടുപോവുക, ലോകത്തുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, ഇന്ന് ലോകത്തുള്ള പല ആളുകളും പല സമിതികളുമായി നാം ബന്ധപ്പെട്ടപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാരുടെ ഇൽമിനെ സംബന്ധിച്ചും കേരളത്തിലെ പണ്ഡിതന്മാരുടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചും അവർ മനസ്സിലാക്കിയിരിക്കുക. ഫിഖ്ഹുമായി ബന്ധപ്പെട്ടാൽ, പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാൽ, അഖീദയുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഒക്കെ തന്നെ മുന്നിൽ നിൽക്കാൻ കെൽപ്പുള്ളവരാണ് ശംസുൽ ഉലമയുടെ സന്തതികൾ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ, അവരുടെ ദർജനെ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. കുട്ടമര ഉസ്താദും നമ്മുടെ ഉസ്താദന്മാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും കുഞ്ഞലവി മുസ്ലിയാരും അതുപോലുള്ള എല്ലാ ഉസ്താദന്മാരും ഈ ലൈനിലാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ സന്തതികൾ ഇന്നും ആ പ്രവർത്തനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുജാഹിദ് വന്നാലും ആശയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായാലും അതിനൊക്കെ തന്നെ നേരിടേണ്ടതും വസ്തുതകൾ ഇന്ന നിരക്കാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട, വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ജാമിയിലെ ഓരോ സന്തതികളും വലിയ പണ്ഡിതന്മാരാണ്. വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഇവിടെ വന്നെത്തിയിട്ടുള്ളവരാണ്. നിങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിരക്ക് അവർക്കത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഏത് നിലയിലുള്ള വിദഈ പ്രസ്ഥാനക്കാരെ അവരെ ഇരുത്താനും അവരെ ആ വിഷയങ്ങൾ പഠിപ്പിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ ജാമിയയിലെ ആളുകൾ ഇപ്പോൾ ഒരു പുതിയ പ്രസ്ഥാനവുമായി ഈ ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ മാർഗവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് എല്ലാവരുടെയും സഹായങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിനൊരുപാട് പരിപാടികളും പദ്ധതികളും നാം തയ്യാറാക്കിയിട്ടുണ്ട്. ആ നിലക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحابته أجمعين. إن نريد إلا الإسلام
الله ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على محمد وعلى آل وصحابة سيدنا محمد كما صليت على خليل الله إبراهيم عليه السلام وعلى آله إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين فقال سيدنا محمد صلى الله عليه وسلم إذا أضل أحدكم شيئا أو أراد أحدكم عونا وهو بأرض ليس بها أنيس فليقل يا عباد الله يغيثوني يا عباد الله يغيثوني فإن لله عبادا لا نراهم إليك إله الخلق يرفع رغبتي وإن كنت يا ذا الجود والمن مجرما ولما قسى قلبي وضاقت مذاهبي جعلت الرجا مني ليفويك سلما ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, നൂറുൽ ഉലമ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ നല്ലവരായ പ്രവർത്തകരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മറ്റു പണ്ഡിത വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമുഖങ്ങൾ ഏറെ പറയാതെ വളരെ നേരെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയും, നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നിയന്ത്രിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം, ബഹുമാനപ്പെട്ട ജാമിഅ നൂരിയ അറബി കോളേജ്. ഈ ജാമിഅ നൂരിയുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി നൂറുൽ ഉലമ എന്ന് പറയുന്ന വിദ്യാർത്ഥി സമാജത്തിലൂടെ പയറ്റിത്തെളിഞ്ഞ പ്രതിഭകളാണ് ഇന്ന് കേരളത്തിലെ എല്ലാ രംഗത്തും ഉയർന്നു നിൽക്കുന്ന ഇസ്ലാമിക പ്രബോധകർ. അതല്ലാതെ അതിലേക്ക് വന്ന് ചേരാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും. അങ്ങനെയുള്ള ഒരു പാരമ്പര്യ ചരിത്രമുള്ള പരിശുദ്ധമായ നമ്മുടെ ഈ സംഘടനയുടെ കീഴിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാലോചിതമായൊരു വിഷയമാണ്. അതെന്തെന്ന് വെച്ചാൽ 1925 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വിളിപ്രകാരം കോഴിക്കോട് പഴയ ജമാഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടി സ്ഥാപിച്ചെടുത്ത 1926 സ്ഥാപിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിനാണോ സ്ഥാപിച്ചത് ആ സ്ഥാപന ലക്ഷ്യം അത് മനോഹരമായി പൂർത്തിയായി നിൽക്കുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ്. സമസ്തയുടെ എതിരാളികൾ മുഴുവനും നിലംപരിശായിക്കൊണ്ടിരിക്കുകയും അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ബിദ്അഈ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. പലതിനെയും നമുക്ക് പറയാനുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ബിദ്അത്തിന്റെ കക്ഷികളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരിപ്പോൾ ഒരു സമ്മേളനം കൊണ്ടാടുന്നുണ്ട്, 8ാം സംസ്ഥാന സമ്മേളനം. നമുക്കറിയാം 8ാം സംസ്ഥാന സമ്മേളനം കൊണ്ടാടുന്ന ഈ സംഘടനക്ക് അവരുടെ കണക്ക് പ്രകാരം 90 വയസ്സാണ് ആയിട്ടുള്ളത്. 90 വയസ്സ്.
അതെങ്ങനെയാണ് 90 വയസ്സായത്? എൻ്റെ കയ്യിലുള്ളത് ഇസ്ലാമിക ചരിത്ര പാഠങ്ങൾ എന്ന് പറയുന്ന KNMന്റെ 7ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ മദ്രസന്റെ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി പല രീതിയിലും അത് രൂപീകരിച്ച കൂട്ടത്തിൽ ആദ്യമായി രൂപീകരിച്ചത് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന് പറഞ്ഞിട്ട്, ഐക്യത്തിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ ഇടയിൽ കേരളത്തിൽ ആദ്യമായി ഒരനൈക്യ സംഘടന ഉണ്ടാക്കിയിട്ട് അതിന് ഐക്യസംഘം എന്ന് പേരിട്ടു. ഉപ്പും ചാക്കിന് ഇത് പഞ്ചസാര, അല്ലെങ്കിൽ പഞ്ചസാര ചാക്കിന് ഇത് ഉപ്പ് എന്ന് എഴുതി വെച്ചതുപോലെ ആദ്യമായി ഉണ്ടാക്കിയ ഐക്യസംഘം 1922 ഉണ്ടാക്കിയത് എന്ന് ഇതിന്റെ 64ാമത്തെ പേജിൽ പറയുന്നുണ്ട്. 1922. അതിനുശേഷം കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഇന്നത്തെ KJU ഉണ്ടാക്കി. ഈ KJU ഉണ്ടാക്കിയത് 1924 ഐക്യസംഘം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട്. വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ വിഷയം. അതിനുശേഷം 1950 കേരള നദുവത്തുൽ മുജാഹിദീൻ ഉണ്ടാക്കിയത്. ചുരുക്കം പറഞ്ഞാൽ ഐക്യസംഘം ഉണ്ടാക്കിയത് തന്നെ വെച്ച് കൂട്ടിയാൽ പോലും 1922 to 2012 കൃത്യം 90 വയസ്സ് പൂർത്തിയാവുകയാണ്. ഈ 90 വയസ്സ് പൂർത്തിയാകുന്ന ഒരു സംഘടന ഇപ്പോൾ കൊണ്ടാടുന്നത് ഒരു നൂറ്റാണ്ടാണ്. ഒരു നൂറ്റാണ്ടിന്റെ വാർഷികമാണ് കൊണ്ടാടുന്നത്. വൈപരീത്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ സമൂഹത്തിന്റെ മുമ്പിൽ, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുമ്പിലാണ് ഒരു നൂറ്റാണ്ടായി ഞങ്ങൾ എന്ന് അവർ ഉദ്ഘോഷിക്കുന്നത്. ഇത് വെറും കളവാണ്, പച്ച നുണയാണ്. കാരണം 10 വർഷമാണ് അവർ ഇതിലേക്ക് ഇല്ലാത്ത വർഷം ചേർത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇതേ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറ്റൊരു വിഭാഗം, മുജാഹിദുകൾ 2002 മുതൽ 2 ഗ്രൂപ്പായി. മറ്റ് ഗ്രൂപ്പ് അഥവാ ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലുള്ള പഴയ ഗ്രൂപ്പ്, അവർ കഴിഞ്ഞ മാസം ഒരു സമ്മേളനം കൊണ്ടാടി കൊടുങ്ങല്ലൂരിൽ. അത് 90ാം വാർഷികമായിരുന്നു. അപ്പൊ ഒന്നിച്ച് രൂപീകരിച്ച സംഘടന 2002 വരെ ഒന്നിച്ചു നിന്ന ഈ സംഘടന പിറന്നിട്ട് 2012 2 കൂട്ടർ സമ്മേളനം കൊണ്ടാടുന്നത്, ഒന്ന് 90ാം വാർഷികവും മറ്റേ സംഘടന 100ാം വാർഷികവും. ഒരു നൂറ്റാണ്ട്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വൈരുദ്ധ്യത്തിന്റെ ഒരു ഉദാഹരണം. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും വൈരുദ്ധ്യങ്ങൾ തന്നെയുള്ളൂ. ഞാൻ അതിലെ ചില എക്സാമ്പിളുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഈ സദസ്സിൽ ചുരുങ്ങിയ സമയം ഉപയോഗപ്പെടുത്തിയിട്ട്. ഇതിന് അവർക്കൊരു മറുപടിയുണ്ട്, വെറുതെ പറയല്ല, അവർക്കൊരു മറുപടിയുണ്ട്. എന്താ മറുപടി എന്ന് പറയും? ഞങ്ങൾ രൂപീകൃതമായത് 1922 ഞങ്ങൾ 1912 മരിച്ചുപോയ, അതിന് തൊട്ട് മുമ്പ് ജീവിച്ച 12 മരിച്ചുപോയ മക്തി തങ്ങളാണ് ഞങ്ങളെ പ്രസ്ഥാനം പ്രാസ്ഥാനികമായി തുടങ്ങിയിട്ടില്ലെങ്കിലും ആദർശപരമായി ഞങ്ങളെ തുടക്കം മക്തി തങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ 2012 കൊണ്ടാടുന്നത് 1912 മരിച്ചുപോയ മക്തി തങ്ങളുടെ ആണ്ടാണെന്നർത്ഥം. ഒരു നൂറ്റാണ്ട് കൊണ്ടാടുകയാണ്. എന്താണ് മക്തി തങ്ങളുടെ ആണ്ട് ഞങ്ങൾ കൊണ്ടാടാൻ കാരണം? മക്തി തങ്ങൾ ഞങ്ങൾ ആളായിരുന്നു. ഞങ്ങളെ പ്രസ്ഥാനം അതിന് ബീജാഭാവം നൽകിയത്, ഞങ്ങൾക്ക് ആദർശത്തിന് ഞങ്ങൾക്ക് എല്ലാ സോഴ്സും തന്നത് മക്തി തങ്ങളായിരുന്നു എന്നാണ് ഒരു കളവ് പ്രചരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കളവാണിത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഇത് രണ്ടാമത്തെ ഒരു കളവാണിത്. എൻ്റെ കയ്യിൽ ഞാൻ ഈ ഉയർത്തിപ്പിടിക്കുന്നത് മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്ന, നിങ്ങൾക്കൊക്കെ ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾക്കൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. ഇതൊരാവർത്തി വായിച്ചാൽ, ഇതിനെ ഇവിടെ വിലയിരുത്തുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം അതിന് തന്നെ വിനിയോഗിക്കേണ്ടി വരും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിലെന്താ പറയുന്നതെന്നറിയും? ഇതിലുടനീളം സുന്നി ആശയങ്ങളാണ്. മക്തി തങ്ങൾ എഴുതിയ, സ്വന്തം കഴികൊണ്ട് എഴുതിയ ലേഖനങ്ങളിൽ ഉടനീളമുള്ളത് സുന്നി ആശയങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു മക്തി തങ്ങളുടെ പേരിലാണ് ഇവർ ആണ്ടുകൊണ്ടാടുന്നത്. അവരാണത്ര ഇവരുടെ സ്ഥാപക നേതാവ്. ബഹുമാനപ്പെട്ട മക്തി തങ്ങൾ ഇതിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ വരികളിലുണ്ടല്ലോ, സുബ്ഹാനല്ലദീ എന്ന് പറയുന്ന മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ വരികളിൽ അവതരിപ്പിക്കുന്ന മുത്തുനബിയുടെ നൂറിനെ പറ്റി ഇതിൽ സംസാരിക്കുന്നുണ്ട്. സ്ത്രീകൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് അതിഗൗരവത്തോടെ മക്തി തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് സർവ്വ സുന്നത്തിയമായത്തിന്റെ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന
പഠിപ്പിക്കുന്ന ഒരു കൃതി ലോകത്തിന് സമ്മാനിച്ച എഴുത്തുകാരനായ മക്തിത്തങ്ങൾ, ആ മക്തിത്തങ്ങളുടെ പേരിലാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ആണ്ടുകൊണ്ടാടുന്നത്. മുജാഹിദിന്റെ രണ്ടാമത്തെ വൈരുദ്ധ്യം ഇവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ടെങ്കിലും നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വളരെ വേഗം കടന്നു ചെല്ലുകയാണ്. 1922 തുടങ്ങിയ ഈ ഐക്യ സംഘം 24 ആരംഭിച്ച KJU കേരള ജമിയത്തുൽ ഉലമ 50 സ്ഥാപിച്ച ഈ നജ്വത്തുൽ മുജാഹിദ്, അവർക്ക് പല പേരാണ്, പല പേര് അവരെന്നിടുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് അവരെന്ന് പറയും, തൗഹീദി പ്രസ്ഥാനം എന്ന് പറയും. ഇങ്ങനെയൊക്കെ സ്വയം പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഈ വിഭാഗം 2002 ഇവർ ഭിന്നിച്ചു. നമ്മളൊക്കെ അറിയുന്നത് പോലെ 2002 ഭിന്നിച്ചു. 2002 ഭിന്നിച്ചത് വുജൂദുൽ ജിന്നിന്റെ പേരിലാണ്. വുജൂദുൽ ജിന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ മുജാഹിദ് പണ്ടേ എതിർപ്പ. ജിന്നില്ല എന്നാ പറയുന്നത്. അതിനവർക്ക് പല തെളിവുകളുണ്ടായിരുന്നു. ജിന്നിനെ പറ്റി പറയുന്ന ആയത്തുകളും ഹദീസുകളൊക്കെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് അവരതിനെ അതിന്റെ ചുറ്റുപാടിൽ നീക്കിയിരുന്നു. എന്നാൽ 2002 ജിന്നുണ്ട്, വുജൂദുൽ ജിന്നിന്റെ കാര്യത്തിൽ ജിന്നുണ്ട് എന്ന കാര്യത്തിലേക്ക് AP അബ്ദുൽ ഖാദർ മൗലവിന്റെ നേതൃത്വത്തിൽ മുജാഹിദിൽ ഒരു സംഘം എത്തിപ്പെട്ടപ്പോൾ ഈ ജിന്നിന്റെ ആസ്തിക്യത്തെ നിഷേധിച്ച് ഒരു വിഭാഗം, മുസൈം അടവൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പഴയതുപോലെ ഉറച്ചു നിന്നു. അങ്ങനെ മുജാഹിദ് രണ്ടായ മുജാഹിദുകൾ അവർ നീണ്ട 10 കൊല്ലം 2002 to 2012 വരെ വളരെ ശക്തമായ രീതിയിൽ ജിന്നിനെ പറ്റിയുള്ള ഗവേഷണത്തിലായിരുന്നു. ജിന്ന് ഉണ്ടെങ്കിൽ എന്താണ് ജിന്ന്, അതിന്റെ ചലനം എങ്ങനെ, അതിന്റെ സംസാരം എങ്ങനെ, അതിന്റെ നടത്തം എങ്ങനെ, ജിന്നിനെ പറ്റിയുള്ള പഠനം. ഈ പഠനം പുരോഗമിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കൂടുമെന്നും ആ ജിന്നിനെ ഇറക്കണമെന്നും അതിനെ ഇറക്കാമെന്നും അതിനെ സേവിക്കാമെന്നും അതിനെ സുഹൃത്താക്കാമെന്നും അതിനെ കൊണ്ടു നടക്കാമെന്നും അതിന്റെ ഉപകാരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജിന്നോട് ജിന്നായി മുജാഹിദിന്റെ 10 കൊല്ലത്തെ ഗവേഷണ വിഷയം മുഴുവൻ. ഒരു പ്രസ്ഥാനത്തിന്റെ 10 കൊല്ലത്തെ ഒരു ദശക്കണക്കിന് ഒരു ദശം ആയുസ് മുഴുവനും ഈ പ്രസ്ഥാനം ഉപയോഗിച്ചത് ഈ ജിന്നിനെ പറ്റിയുള്ള ഗവേഷണം നടത്താനും പഠനം നടത്താനും വേണ്ടി മാത്രമാണ്. അങ്ങനെ അവസാനം എന്തുണ്ടായി എന്നറിയും. അവസാനം മുജാഹിദ് മൗലവിമാരൊക്കെ കേരളത്തിലുടനീളം ജിന്ന് ക്ലിനിക്കുകൾ നടത്താൻ തുടങ്ങി. ജിന്ന് ക്ലിനിക്ക്, ജിന്ന് എങ്ങനെ ഇറക്കാം എന്നതിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ. ഞാൻ എക്സാമ്പിളായി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എൻ്റെ വിഷയം ജിന്നൊന്നുമല്ല, ഒരു ഹദീസ് ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ആമുഖമായി ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ സുപരിചിതനായ പ്രഭാഷകൻ, മുജാഹിദുകളുടെ 10-15 കൊല്ലത്തെ ജിഹ്വയായ പ്രഭാഷകൻ സക്കരിയ സലാഹി ജിന്നിനെ അടിച്ചിറക്കുന്ന ഒരു രംഗം നമ്മളെല്ലാവരും കണ്ടതാണ്, പലവരും കണ്ടതാണ്. അദ്ദേഹം തൻ്റെ വീട്ടിൽ ഒരു ജിന്ന് ഹാജറായ മുജാഹിദ് പ്രവർത്തകനെ കൊണ്ടുവന്ന് ജിന്നിനെ ഇറക്കുന്ന ഒരു രംഗമുണ്ട്. മുജാഹിദുകൾക്ക് ജിന്നിനെ ഇറക്കുന്ന പല ആളുകളുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പന്നിയങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് മുജാഹിദിന്റെ ജിന്നിറക്കുന്ന ഒരു ക്ലിനിക്കുണ്ട്. ജമാൽ ചെറുപാടിയാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. അതുപോലെ തന്നെ ഫൈദുർ റഹ്മാൻ എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്. മൂപ്പരടുത്തേക്ക് മുജാഹിദ് നേതാക്കളൊക്കെ മക്കളെയും ഭാര്യനെയൊക്കെ ജിന്നു കൂടിയാണ് വിടല്. കാരണം മുജാഹിദ് ഗവേഷണം നടത്തുമ്പോൾ ജിന്ന് വിടുന്നില്ല അവരെ. അങ്ങനെ ഒടുവിൽ ബാലുശ്ശേരിയും അതുപോലെ സലാഹി, സക്കരിയ സലാഹിയും കൂടി ജിന്നിനെ ഇറക്കുന്ന ഒരു രംഗം ആദ്യമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുജാഹിദ് ബാലുശ്ശേരിനെ ഒരു മുജാഹിദ് പ്രവർത്തകൻ വിളിച്ചു. എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതയാകുന്നു പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞ ഡോക്ടർ മുഹമ്മദ് ഹസൻ ഉണ്ട്, അദ്ദേഹത്തെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. കണ്ടിട്ടൊന്നും രോഗം മാറുന്നില്ല. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, യാസീൻ സൂറത്തിന്റെയും കഹ്ഫ് സൂറത്തിന്റെയും CD കേട്ടാൽ മതി, എന്നാൽ ശരിയായിക്കൊള്ളുന്നത്. അങ്ങനെ പ്ലെയർ ഓണാക്കിയിട്ട് CD കേട്ടു മുമ്പ്. അതിന് ഹെഡ്സെറ്റ് ഒക്കെ കുത്തിയിട്ട് ഇങ്ങനെ CD കേൾക്കുമ്പോൾ മുമ്പ് ഞാൻ